ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 9. പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്സിഷു. ഭൂമിയിൽ പുണ്യമായ ഗന്ധവും അഗ്നിയിൽ തേജസ്സും എല്ലാ ജീവജാലങ്ങളിലും ജീവനും തപസ്സികളിൽ തപസ്സും ഞാനാകുന്നു. സൂത്രാമണിഗണ ഇവ എന്നുള്ള ഒരു നൂലിൽ കോർക്കപ്പെട്ട വിവിധ മുത്തുകളെ പോലെയാണ് ഈ പ്രപഞ്ചം ഭഗവാനിൽ കോർക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ശ്ലോകവും. പൃഥിവിയുടെ തനത് ഗുണം ഗന്ധമാണ്. അപ്പൊ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും ഭൂമിയിലുണ്ടല്ലോ. അപ്പോൾ അവയെല്ലാം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അന്വയിച്ചവയാണ്. ഭൂമിയുടെ തനത് ഗുണം എന്നുള്ളത് ഗന്ധമാണ്. അപ്പൊ ഭൂമിയുടെ സാരം എന്ന് പറയുന്നത് ഗന്ധമാണ്. ഈ ഗന്ധമാകുന്ന എന്നിൽ ഭൂമി കോർക്കപ്പെട്ടതാണെന്ന് അനുസന്ധാനം ചെയ്യൂ. ഇതാണ് ഇവിടെ ഉപദേശം. അതിനെ പുണ്യ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പുണ്യ എന്ന് പറഞ്ഞാൽ പുണ്യകരമായ ഗന്ധം എന്നർത്ഥം. അതായത് സുരഭിയായ ഗന്ധം. സുഗന്ധമാണ്, ദുർഗന്ധമല്ലെന്ന്. അപ്പൊ ദുർഗന്ധം ഉണ്ടാവുന്നതോ അത് മറ്റ് പല പദാർത്ഥങ്ങളും ഭൂമിയിൽ ചേർന്നിട്ടാണ് ദുർഗന്ധം ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ ഭൂമിയുടെ തനത് ഗുണം സുഗന്ധമാണ്, സുരഭിയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നീട് പറയാണ്, ഭൂമിയിൽ ഗന്ധം ഞാനാകുന്നു എന്ന് പറഞ്ഞിടത്തെ പുണ്യശബ്ദം ഇതര ഭൂതഗണങ്ങളിലേക്കും ചേർത്ത് മനസ്സിലാക്കണം. അതായത് ജലത്തിൽ ഞാൻ രസമാകുന്നു എന്നിടത്ത് പുണ്യമായ രസം എന്നും അഗ്നിയിൽ പുണ്യമായ രൂപം എന്നും മറ്റെല്ലാ ഭൂതങ്ങളിലും പുണ്യഭാവം ചേർത്ത് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ പറയാണ്, അഗ്നിയിൽ ഞാൻ തേജസ് ആകുന്നു. അപ്പൊ മുമ്പത്തത് നമ്മൾ മറക്കരുത്. മുമ്പ് അഗ്നിയുടെ തനത് ഗുണം രൂപം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഗ്നിയിൽ ഞാൻ തേജസ് ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭൂതഗണത്തെ അല്ല പറയുന്നത്, ഭൂമിയിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുന്ന ആ അഗ്നിയെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പൊ ഔഷ്ണ്യവും ഉഷ്ണവും പ്രകാശവും നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്നു. ഈ തേജസ്സാണ് അഗ്നിയുടെ വിശിഷ്ടഭാവം. ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ തേജസ് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ അതാണ് അതിൻ്റെ വിശിഷ്ടത. തേജസ് ഇല്ലാത്ത അഗ്നിയെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെയുള്ള ആ തേജസ് അഗ്നിയുടെ സാരഭൂതമാണ്. ഈ ഒരു തേജസ് ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുമ്പോൾ തേജസ്സാകുന്ന എന്നിൽ അഗ്നി കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അനുസന്ധാനം ചെയ്യണം. എന്നിട്ട് പറയാണ്, സർവഭൂതങ്ങളിലും ജീവനം ഞാനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ യാതൊന്നിലാലാണോ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്, അതിന് ജീവനം കൊടുക്കുന്നത്, അത് അപ്പൊ സർവഭൂതങ്ങളിലും ജീവനാകുന്നത് ഞാനാണ്. ആത്മാവിൻ്റെ സ്വതസിദ്ധമായ ഭാവം ആണുള്ളത്. ആത്മാവിൻ്റെ ആ സ്വഭാവം ജീവഭാവത്തിൽ പ്രകടമാവുകയാണ്. ജീവന് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. പക്ഷെ ജീവഭാവത്തിൽ പ്രകടമാവുന്നത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. ആത്മാവ് ജീവഭാവത്തിൽ പ്രകടമാവുന്നു എന്ന് നമ്മൾ പറയാറ്. അപ്പൊ ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ജീവഭാവത്തിൽ നിലകൊള്ളുന്നത്. അപ്പൊ ജീവൻ പോയി കഴിഞ്ഞാൽ, ആ ഭാവം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവുന്നു? അതിൽ പിന്നെ ആത്മാവ് പ്രതിഫലിക്കുന്നില്ല. അപ്പൊ അത് നിലനിൽക്കുന്നില്ല. അപ്പൊ ജീവനമില്ലാതെ ജീവികളില്ലല്ലോ. അപ്പൊ ജീവിയുടെ ഉണ്മ എന്ന് പറയുന്നത് ജീവനത്താലാകുന്നു. അതാണ് ഭഗവത് രൂപം. അപ്പൊ എല്ലാറ്റിലും ജീവനിൽ ശിവനെ കാണൂ. ഈ ജീവനിൽ ശിവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഓർമ്മിക്കാം. അരുതരുത് വിരോധം ഭിന്നവർഗങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്ത വിവിധ പുഷ്പങ്ങളല്ലേ. ഈ കവിഭാവന നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പറ്റും. എന്നിട്ട് പറയുകയാണ്, തപസ്സികളിൽ തപസ് ഞാനാകുന്നു.
തപസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരാൾ തപസ്സിയാവുന്നത്. അതായത് സംസ്കാരം കൊണ്ട്. അപ്പോൾ സംസ്കാരമില്ലാത്ത ഒരാളെ നമുക്ക് തപസ്സി എന്ന് പറയാൻ പറ്റില്ല. ആ സംസ്കാരങ്ങൾ, സംസ്കരിക്കപ്പെട്ട സ്വഭാവം, എന്തെന്തെല്ലാം നല്ല നല്ല സ്വഭാവങ്ങൾ കാണപ്പെടുന്നുവോ അതൊക്കെ കാണപ്പെടുന്നത് തപസ്സുകൊണ്ടാണ് അത് നേടുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും മുജ്ജന്മങ്ങളിൽ ചെയ്ത തപസ്സിൻ്റെ പരിണതഫലമായിട്ടാണ് ഒരാൾ തപസ്സിയാകുന്നത്, സംസ്കൃത സമ്പന്നനാവുന്നത്, സംസ്കാരമുള്ളവനായി തീരുന്നത്. അപ്പൊ തപസ്സിനാലാണ് ഒരാൾ തപസ്സിയാകുന്നത്. അങ്ങനെ തപസ്സി എന്ന പദം തന്നെ തപസ്സോടൊത്തവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തപസ്സിയെ സംബന്ധിച്ച് തപസ്സാകുന്നു അതിൻ്റെ ഗുണം. ആ തപസ് താനാണെന്നാണ് ഭഗവാന്റെ വാക്യം. അപ്പൊ തപസ്സാകുന്ന എന്നിൽ എല്ലാ തപസ്സികളും കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് അനുസന്ധാനം ചെയ്യേണ്ടതാണ് എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഏതൊരു മുഖ്യ ഗുണമാണോ ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്നത്, ഏതൊന്നിൻ്റെ അഭാവത്തിൽ ആ വസ്തു അതല്ലാതായി തീരുന്നുവോ ആ ഗുണമാണ് ആ വസ്തുവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മത്തിലാണ് എല്ലാം നിലകൊള്ളുന്നത്. അപ്പൊ വെള്ളത്തിൽ രസമായും സൂര്യചന്ദ്രന്മാരിൽ പ്രഭയായും വേദങ്ങളിൽ ഓങ്കാരമായും ആകാശത്തിൽ ശബ്ദമായും മനുഷ്യരിൽ പൗരുഷമായും ഭൂമിയിൽ പരിമളമായും അഗ്നിയിൽ തേജസ്സായും പ്രാണികളിൽ ജീവനായും പ്രാണനായും തപസ്സികളിൽ തപസ്സായും ഞാൻ നിലകൊള്ളുന്നു. എല്ലാറ്റിനെയും നിലനിർത്തുന്ന തത്വം, ആ തത്വം അത് പരമാത്മാവാണ്, പരമേശ്വരനാണ് എന്നിവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്.